പറഞ്ഞ പോലെ തന്നെ അല്ല എന്താ ഇത്രയും വലിയ ഒരു മൂവിയുടെ കഥ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളാണ്. സ്ക്രിപ്റ്റ് ഞാനും സംജാതകൂടിയാണ്. കോളത്തിന്റെ സ്ക്രിപ്റ്റ് ഞാനും സംജാതകൂടിയാണ്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ത്രില്ലറായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അപ്പോഴും നിങ്ങൾ ഈ ഗോളത്തിന് തന്ന അതേ സപ്പോർട്ട്, കൽബിന് അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങൾക്ക് തരിക. ഈ പടം വലിയൊരു വിജയമാക്കി പറയാം. എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപ്പാട് നമ്മുടെ ഫിലിം ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്നു. പുള്ളിക്കാരുടെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഐ വോണ്ട് ടു താങ്ക് മിസ്റ്റർ സുധീർ. ഐ വോണ്ട് ടു താങ്ക് സംജാത്, പ്രവീൺ, രഞ്ജിത്ത്, and most importantly all our online media friends. ഇതുപോലത്തെ സപ്പോർട്ട്, ഇതുപോലെ നല്ല സിനിമകൾ ഞങ്ങൾ തരും. നിങ്ങളുടെ സപ്പോർട്ട്, ലോങ് ടേം അസോസിയേഷൻ ആൻഡ് എ ജേർണി ടുഗെദർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി. താങ്ക് യു സോ മച്ച്. സുധീർ സർ പ്ലീസ്. ഞാൻ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാത്മകമായിട്ട് നല്ല വിമർശനങ്ങൾ സിനിമയ്ക്ക് ഉണ്ടാവണം. പക്ഷേ ഈ സിനിമ ആഫ് എന്ന് പറഞ്ഞ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്. വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് ഫ്രാഗ്രൻ്റ് ഫിലിം ക്രിയേഷൻസ് ഇങ്ങനെ ഒരു സിനിമ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാൻ ഇന്ത്യൻ കാസ്റ്റ് ഉണ്ട്, ഇൻ്റർനാഷണൽ ടെക്നീഷ്യൻസ് ഉണ്ട്, ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അപ്പം ഈ സിനിമ വലിയൊരു റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഇത്തരം സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഗോളം, കൽബി ഈ 2 സിനിമകളും കേരളത്തിലൊരു സിനിമയായിട്ടും 5 ഭാഷയിലാണ് നമ്മളത് OTT-യിൽ കൊടുത്തത്. അപ്പം ഇവിടെയുള്ള ടെക്നീഷ്യൻസിനെയും ഇവിടെ ആർട്ടിസ്റ്റിനെയും ഒക്കെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണലിലേക്ക് ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഒഫീഷ്യലായിട്ട് പറയുകയാണ്. ഗോളം ചൈനീസ് ഭാഷയിൽ ലോകം മുഴുവൻ ഡബ് ചെയ്തിട്ട് കാണാൻ പോവുകയാണ്. ചൈനയിലെ വലിയൊരു കമ്പനിയുമായിട്ട് അവരേറ്റെടുത്തോളം നമ്മൾ ശ്രമിക്കുന്നത്, ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിംസ് ക്രിയേഷൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇതിനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ അടുത്ത കമ്മിറ്റ്മെൻറ്റ് ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിംസ് കൈകൊടുത്ത വളരെ യങ്സ്റ്റേഴ്സായ ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്കൊന്ന് 24-25 ഇയേഴ്സുള്ള 2 ഡയറക്ടേഴ്സ് ഉണ്ട്, മുസഫ് ആൻഡ് ഫഹദ്. അവരുടെ ഒരു ഫിലിം ഇപ്പോൾ മേക്കിംഗ് കഴിഞ്ഞു. അടുത്ത കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത ഗോഡ്ഫി എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട് ഇവിടെ. മലയാളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് വൈ ആം വിത്ത് ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിംസ് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ടാലൻസിനെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ, ഞങ്ങളുടെ എയിം എന്ന് മാം എന്നോട് പറഞ്ഞു. നല്ല കോണ്ടന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻറ്റൻഷനിലാണ് ഫ്രാഗ്രൻ്റ് ക്രിയേഷൻസ് മലയാളത്തിൽ നിൽക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ 2024 വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി. നിങ്ങൾക്കറിയാം, രഞ്ജിത്ത് സജീവ് 2-3 സിനിമ കൊണ്ട് മലയാളത്തിലും ഇപ്പോൾ തമിഴിലും വലിയൊരു ബാനറിൽ രഞ്ജിത്ത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺ പിക്ചേഴ്സിൻ്റെ ഒരു സിനിമയിൽ രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലുങ്കിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് രഞ്ജിത്തിലേക്ക് വരുന്ന സ്റ്റോറി പറയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിം ക്രിയേഷൻസിലെ ഏകദേശം 200 യങ്സ്റ്റേഴ്സ് അവരുടെ സ്റ്റോറി തന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരുടെ സ്റ്റോറിയും കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ടൈം കൊടുക്കുന്നുണ്ട്. മാം അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ട്രാവലിൻ്റെ ഇടയിലും മറ്റ് കോർ ബിസിനസ് ആയിട്ട് പോലും സമയം കണ്ടെത്തുന്നുണ്ട്. രഞ്ജിത്ത് കഥ കേൾക്കുന്ന രീതി ഇപ്പോൾ ഇതുവരെ കഥ കേട്ട ആളുകൾക്കറിയാം. 3 മണിക്കൂറും എനിക്ക് തോന്നുന്നു 8 മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് രഞ്ജിത്ത് സ്റ്റോറി കേൾക്കുന്നത്. ഇതുവരെ ഞാനിത് പറയുന്നത് എക്സാജറേറ്റ് ചെയ്തിട്ടല്ല. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കേട്ടിട്ട് രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 8-9 മണിക്കാണ് അവസാനിപ്പിച്ചത്. ഞാനിത് പറഞ്ഞത് വളരെ നല്ല ഇൻറ്റൻഷനോട് കൂടിയാണ് ഫ്രാഗ്രൻ്റ് നാച്ചുറൽ ഫിലിംസ് ക്രിയേഷൻസ് ഇവിടെ മലയാളത്തിൽ നിന്നുകൊണ്ട്
സൗത്ത് ഇന്ത്യൻ ഫിലിം, പാൻ ഇന്ത്യൻ ഫിലിം, ഇൻ്റർനാഷണൽ ഫിലിം മേക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. സിനിമയെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ കാലത്തിലും നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാകണം. എല്ലാ ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറഞ്ഞ ഒരു പവർഫുൾ മീഡിയ ആണ്. ആ മീഡിയ ഏത് സമയത്തും ഞങ്ങളെ ആക്സസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളും നമ്മളും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ഇത് ഞാൻ ഈ പറയുന്നത് മാമിൻ്റെ വിഷനാണ്, സജീവ് സാറിൻ്റെ വിഷനാണ്. ആ വിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വൺസ് അഗെയിൻ ഈ ഒരു എൻറ്റയർ ടീമിന് വേണ്ടിയിട്ട് ഇനി വരാൻ പോകും, ഇപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന 2 ഗോൾഡൻ മാസ്റ്റർ പീസുകൾക്ക് ഒരു നന്ദി പോലെയും ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പോലെ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്താലോ. എവരിവൺ ഹിയർ, താങ്ക് യു സോ മച്ച്. പ്ലീസ് ഗെറ്റ് ബാക്ക് ടു യുവർ സീറ്റ്സ് എവരിവൺ.